കൃഷി സമൃദ്ധിയുമായി മുളന്തുരുത്തിയും തിരുവാണിയൂരും. കതിരണിഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, പന്തലുകളിൽ പച്ച വിരിച്ച വെള്ളരി വർഗ്ഗങ്ങൾ, നിലം തൊട്ടു വിളയുന്ന പയർവർഗ്ഗങ്ങൾ, മഞ്ഞ നിറമണിഞ്ഞ ജാതിക്കായ്കൾ. വിളസമൃദ്ധിയുടെ ഈ നേർക്കാഴ്ചകൾ സംസ്ഥാനത്തെ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കിയ എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിലേതാണ്. എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരമുണർത്തുക, ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് കൃഷിവകുപ്പ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുണ്ട്. നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറി, പൈനാപ്പിള്, ജാതി, കുരുമുളക്, അങ്ങനെ ഒരുമാതിരി എല്ലാ വിളകളും നന്നായി കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു പഞ്ചായത്താണ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത്. കൃഷി സമൃദ്ധിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കൃഷി സമൃദ്ധി നമ്മുടെ പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ സെലക്ട് ചെയ്ത ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ എല്ലാ വാർഡുകളിലും വാർഡ് തല സമിതികൾ ചേർന്നു. കർഷകരോട് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കൂട്ടങ്ങളെ പുനർസംഘടിപ്പിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ ഓരോ ആദ്യ ഘട്ടത്തിൽ 16 വാർഡുകളാണ് അന്നുണ്ടായിരുന്നത്. ഈ 16 വാർഡുകളിലെയും കൃഷിക്കൂട്ടങ്ങളെ നമ്മൾ പുനർസംഘടിപ്പിച്ചു. നിലവിൽ നമ്മുടെ കൃഷിഭവനിൽ 26 കൃഷിക്കൂട്ടങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 20 കൃഷിക്കൂട്ടങ്ങൾ ഉൽപാദന മേഖലയിലും 4 കൃഷിക്കൂട്ടങ്ങൾ സേവന മേഖലയിലും 2 കൃഷിക്കൂട്ടങ്ങൾ മൂല്യവർദ്ധിത മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രൂട്ട് ക്ലസ്റ്റർ പദ്ധതിയിൽ 5 ഹെക്ടറോളം സ്ഥലത്ത് പ്ലാവും തോട്ടം, ഗുണമേന്മയുള്ള ബഡ് തൈകളുടെ പ്ലാവും തോട്ടം, മാവും തോട്ടം, 2 ഹെക്ടർ സ്ഥലത്ത് റാംപൂട്ടാൻ തോട്ടം, മാംഗോസ്റ്റീൻ തോട്ടം ഒക്കെ ആരംഭിക്കാൻ സാധിച്ചു. അതുപോലെ കർഷകർക്ക് നേന്ത്രവാഴ കന്നുകളും ടിഷ്യൂ കൾച്ചർ വാഴ തൈകളും കൊടുത്ത് ഏകദേശം ഒരു 10 ഹെക്ടർ സ്ഥലത്തോളം നമുക്ക് വാഴ കൃഷി വ്യാപിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ പൈനാപ്പിൾ ഒരു 10 ഹെക്ടർ പുതുതായിട്ട് കൃഷിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത തരിശുരഹിത ഗ്രാമം തിരുവാണിയൂർ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാ വാർഡുകളിലും നമ്മൾ വീണ്ടും വാർഡ് തല സമിതികൾ ചേർന്നു. വാർഡുകളിലുള്ള തരിശ് ഗ്രാമങ്ങൾ, തരിശ് ആയ പ്രദേശങ്ങൾ കണ്ടെത്താനായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 44 പുതിയ കൃഷിയിടങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അവിടെയെല്ലാം പച്ചക്കറി കൃഷിയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതിനാവശ്യമുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും തൈകളും നമ്മൾ കർഷകർക്ക് വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലായിടത്തും ഒരു 16 വാർഡുകളിലും ഒരേ ദിവസം തന്നെ നമ്മൾ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. രാഷ്ട്രീയ സംഘങ്ങളും എല്ലാം ചേർന്നിട്ടാണ് ആ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. അതുകൂടാതെ നമ്മുടെ അടുത്ത പ്രധാന ലക്ഷ്യം നമുക്ക് നെൽകൃഷി ആരംഭിക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 125 ഹെക്ടറോളം സ്ഥലത്ത് എല്ലാ വർഷവും ഇവിടെ നെൽകൃഷി ചെയ്യാൻ സാധിക്കുന്ന പഞ്ചായത്താണ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത്. നിലവിൽ നടപ്പിലാകുന്നുണ്ട്. കൂടാതെ നമ്മൾ തരിശായി കിടന്നിരുന്ന ഒരു 23 ഹെക്ടറോളം സ്ഥലം വിവിധ കൃഷിക്കൂട്ടങ്ങളും പാടശേഖര സമിതികളും ഏറ്റെടുത്തുകൊണ്ട് തരിശ് നെൽകൃഷി ആരംഭിച്ചു. 23 ഹെക്ടറാണ് ഈ വർഷം നമുക്ക് തരിശായി കിടക്കുന്ന നിലങ്ങളിൽ നെൽകൃഷി ചെയ്യാൻ സാധിച്ചത്. കൂടാതെ ഒരു 4.5 ഹെക്ടർ സ്ഥലത്ത് നമുക്ക് പച്ചക്കറി കൃഷിയും അതുപോലെ 5.6 ഹെക്ടർ സ്ഥലത്ത് മറ്റ് കൃഷികൾ നമുക്ക് തരിശായി കിടക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ സാധിച്ചു. ഇത് തിരുവാണിയൂർ പഞ്ചായത്തിലെ 40 ഏക്കറോളം വരുന്ന കതിരണിഞ്ഞ നെൽപ്പാടമാണ്. തരിശു നിലമായി കിടന്നിരുന്ന ഇവിടം ഇന്ന് കൃഷി സമൃദ്ധിയിലേക്ക് എത്തിയത് ഈ കർഷകരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ്. പദ്ധതിയുടെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളാണ് തിരുവാണിയൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചത്. തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിലെ പച്ചക്കറി കർഷകർ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള മേഖലയിൽ കുറച്ച് കർഷകരാണ് വെഞ്ചറി സിസ്റ്റം എല്ലാം അവലംബിച്ചുള്ള കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ ചെയ്തു വരുന്നുണ്ട്. വാഴകൃഷിയിലും പച്ചക്കറി കൃഷിയിലും അത് ചെയ്തു വരുന്നുണ്ട്. എന്നാലും കൂടുതലായിട്ട് കർഷകർ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ പാടശേഖരങ്ങളിൽ ഒന്നാം നെൽകൃഷി ചെയ്തതിന് ശേഷം അവിടെയെല്ലാം മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുകയാണ്. പയർ, വെണ്ട, മത്തൻ, കുമ്പളം, വെള്ളരി, അങ്ങനെ എല്ലാ തരം കൃഷികളും പാടശേഖരങ്ങളിൽ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു. അത് വളരെയധികം കർഷകർക്ക് വിളവ് നൽകുന്നുണ്ട്. വിളവ് വർദ്ധിപ്പിക്കുന്നതിന് കൂടെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ കൂടുതൽ സമയത്തേക്ക് വിളവ് നീണ്ടു നിൽക്കുന്നതിനും വെള്ളം നിലനിർത്തുന്നതിനും ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും നല്ല കൃഷി കൂടുതൽ നനയ്ക്കാതെ തന്നെ കൃഷി ചെയ്യുന്നതിനും എല്ലാം കർഷകർ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ പദ്ധതിയിലൂടെ കാർഷിക വിജയം നേടിയ
ഒട്ടേറെ കർഷകരുണ്ടിവിടെ. തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകയായ ഏലിയാമ്മ തോമസിന്റെ തോട്ടത്തിൽ എല്ലാവിധ കൃഷികളുമുണ്ട്. ഒപ്പം മീൻ വളർത്തലുമുണ്ട്. ഏലിയാമ്മ തോമസിനും ഭർത്താവിനും തങ്ങളുടെ ഉപജീവനമാർഗമായ കൃഷിയിൽ ഏറെ വിശ്വാസമാണ്. ഞങ്ങൾ ചെമ്മനാട് കരയിൽ 3.5 ഏക്കർ കൃഷി ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ കൃഷി ചെയ്യണു. ഞങ്ങളിപ്പോൾ പയറും വെള്ളരിയാണ് ഞങ്ങളുടെ കൃഷി. ഞങ്ങൾ വർഷത്തിൽ ഒരു ചിങ്ങമാസത്തിൽ നല്ല മഴയുടെ സമയത്ത് ഞങ്ങൾ പാവൽ, ചൊരയ്ക്ക, പീച്ചിൽ, പടവലം, കുക്കുമർ ഇത്രയും ഞങ്ങൾ കൃഷി ചെയ്യും. സൈഡ് വഴി മത്തയിടും, വെണ്ട കുത്തും. നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ട്. കർഷകർ ഇവിടെ കച്ചവടക്കാർ വന്ന് ഞങ്ങൾ 6 മണിക്ക് ഇവിടെ എല്ലാം ചെത്തി കഴിയും. 3 മണിക്ക് വെളുപ്പിന് വന്ന് ഞങ്ങളിപ്പോൾ ഈ ടൈമിൽ 3 മണിക്ക് ഹെഡ്ലൈറ്റ് തലയിൽ വെച്ച് ഞങ്ങൾ 2 പേരും കൂടെ വരും. മകൻ കെമിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞാണ്, അവന് ഓയിലിൽ വർക്ക് ചെയ്യണു. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഒപ്പം അവന് 3 ഷിഫ്റ്റാണ്. അവൻ ഷിഫ്റ്റ് രാവിലെ അല്ലാത്ത സമയത്ത് ഞങ്ങളുടെ ഒപ്പം രാവിലെ വരും. ഉച്ചയ്ക്ക് ഡ്യൂട്ടിയെങ്കിൽ രാവിലെ ഞങ്ങളുടെ കൂടെ വന്ന് പയർ പറിക്കാനും ഞങ്ങളെ ലൈറ്റ് എല്ലാം എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ 4 ലൈറ്റുമായിട്ടാണ് ഞങ്ങൾ തന്നെ. അതിൻ്റെ ചാർജ് നിൽക്കാത്തതുകൊണ്ട് ഞങ്ങൾ 3 മണിക്ക് വന്ന് പയർ പറിക്കും. ആവശ്യക്കാരൻ്റെ 100-150 കിലോ പയർ വെച്ച് ഞങ്ങൾക്ക് 28 സെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഒരു ദിവസം. ഡെയിലി പയർ പറിക്കണം, കാരണം അല്ലെങ്കിൽ പയർ മൂത്ത് പുളിയനായിട്ട് പോകും. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് എല്ലാവരും ഞങ്ങൾ ഓർഡർ ചെയ്തേക്കും. അവർ കൃത്യസമയത്ത് 20 കിലോ വീതം വന്ന് 20-25 വീതം ഓരോ കച്ചവടക്കാരും വന്ന് കൊണ്ടുപോവുകയാണത്. ഇവരുടെ ഉത്പന്നങ്ങൾക്ക് വിപണനം ഒരു പ്രശ്നമേ അല്ല. വിവിധ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും വാഴയുമെല്ലാം അടങ്ങുന്ന കൃഷിയിടമാണ് ഐസക്കിൻ്റേത്. സ്വന്തമായി കൃഷിയിടത്തിൽ തന്നെ ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ജൈവവളങ്ങളുടെ ശരിയായ വളപ്രയോഗത്തിലൂടെ മികച്ച വിളവും ലഭിക്കുന്നു. നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ കർഷകന്റെ ആത്മവിശ്വാസമാണ്. നല്ല വിത്തുകളിലൂടെ നല്ല വിളവ് ലഭിക്കുന്നു. സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച വിത്തുകളുടെ നല്ലൊരു ശേഖരം ഈ കർഷകന്റെ കയ്യിലുണ്ട്. അടുത്ത സീസൺ കൃഷിക്ക് വേണ്ടിയും മറ്റുള്ള കർഷകർക്കും നൽകുന്നതിലേക്കായി ഇവ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇത് തിരുവാണിയൂർ പടവലം എന്നാണ് അറിയപ്പെടുന്നത്. അത് ന്യായമായ വിളവുമുണ്ട്, നല്ല തൂക്കമുണ്ട്. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും പറിച്ചെങ്കിലേ ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വണ്ണം കൂടിപ്പോവും, മഴ മുഴുപ്പായിട്ട് വരും. ഇതിപ്പം നല്ല മീഡിയത്തിൽ കിട്ടുന്നെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും മുറിച്ചിരിക്കണം. ഇതാണ് ഓണർക്കൂ പാവലാണിത്. ഓണർക്കൂ പാവൽ നല്ല പരുവത്തിന് നമ്മൾ ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കിലോ 600 ഗ്രാം വരെയും കിട്ടും. അത് നമ്മൾ തന്നെ പാരമ്പര്യ വിത്താണ്. ഇപ്പോൾ ഓണക്കൂറാണെങ്കിലും 5 വർഷത്തിൽ മേളിലായി ഞാൻ വിത്ത് സംഭരിച്ചിട്ട് ആ വിത്ത് ഞാൻ കളയാതെ സൂക്ഷിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും വിത്തെടുത്ത് ഡേറ്റ് എഴുതി കറക്റ്റായിട്ട് ഇത് നമ്മൾ എടുത്ത് വയ്ക്കുന്നു. ഇത് നാടൻ കുമ്പളമാണ്. ഇത് വെള്ളരി, പടവലം നമ്മൾ പറഞ്ഞു. ഇത് പയർ. ഇത് വയലറ്റ്, വെള്ള, പച്ച 3 ഐറ്റങ്ങളും കൂടി മിക്സിങ്ങുള്ള പയറാണ്. അപ്പോൾ കാഴ്ചയിൽ നിന്നുകൊണ്ട് നല്ല തൂക്കവും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സംരക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിളവായി സാധനം വരുന്നത്. എൻ്റെ നമ്മൾ ചെറിയ പയറൊക്കെ പറിക്കുമ്പോൾ 1/2 കിലോ പറിക്കണോടത്ത് ഇത് 2 കിലോ പറിക്കാം. തൂക്കം അതനുസരിച്ച് കിട്ടും. ഇത് നാടൻ വെള്ളരിയാണ്. വെള്ളരി വിത്തൊന്നും നമ്മൾ പുറമേ നിന്ന് വാങ്ങാറില്ല. എല്ലാം അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലാണ് വിത്ത് സംഭരണം നടക്കുന്നത്. പിന്നെ അത്യാവശ്യക്കാർക്ക് നമ്മൾ വിത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാഡം പറഞ്ഞ് കുറേ ആളുകളൊന്നും വിത്ത് വാങ്ങിച്ചിട്ട് പോയിരുന്നു. പാവൽ വിത്ത്, ഓണക്കൂർ പാവലാന്നും പറഞ്ഞ് കുറേ വാങ്ങിച്ചിട്ട് പോയത്. അപ്പോൾ ഞങ്ങളുടെ കൃഷി ഓഫീസിൽ പറയാറുണ്ട്. കൃഷി ഓഫീസിൽ പറയുമ്പോൾ അവിടുന്ന് ആവശ്യമുള്ള ആളുകൾ ഇവിടെ വരും, വിത്ത് വാങ്ങിക്കൊണ്ടും പോകാറുണ്ട്. വാഴത്തോട്ടത്തിൽ യഥാസമയം പരിപാലന മുറകൾ ചെയ്യുന്നു. രോഗം ബാധിച്ച വാഴയിലകൾ നശിപ്പിക്കുകയും കളകൾ മാറ്റി തടം വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. 2021 നമുക്ക് സ്റ്റേറ്റിൻ്റെ സെക്കൻഡ് വിന്നർ കൂടിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ളതായ കുമ്പളം, വെള്ളരി, പാവൽ, പയർ, വെണ്ട, ചോര, പടവലം, അങ്ങനെ എല്ലാ പീച്ചിൽ, അങ്ങനെ എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള എനിക്ക് കൃഷിയാണ് എൻ്റെ ഉപജീവന മാർഗം. അതുകൂടാതെ ഏത്തൻ ഏതാണ്ട് ഒരു 750ഓളം നേന്ത്രവാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 4 മാസം പ്രായമായിരിക്കുന്ന സമയമാണ് വാഴ. കൂടാതെ നെൽകൃഷിയുണ്ട്.
തിരുവാണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ വെച്ചാൽ കനാലുകൾ, പെരിയാർ വാനിയുടെ കനാലുകൾ പോകുന്നതുകൊണ്ട് വെള്ളം സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലമാണ്. കൂടുതലും നെൽവയലുകളാണ്. പിന്നെ വെള്ളം കിട്ടുന്നതുകൊണ്ട് വേനൽക്കാലത്തും മഴക്കാലത്തും മഴയെ ആശ്രയിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ വേനൽക്കാലത്ത് കനാൽ വെള്ളത്തെ ആശ്രയിച്ച് പച്ചക്കറി കൃഷികളുണ്ട്. എല്ലാത്തരം പച്ചക്കറി കൃഷികളുമുണ്ട്. കൂടാതെ ഫ്രൂട്ട് പ്ലാന്റ്സ്, ജാതി, തെങ്ങ്, മൊത്തത്തിൽ ഒരു കാർഷിക മേഖലയാണ് ഇവിടെ. നെൽവയലുകൾ വെറുതെ കുറച്ച് കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൃഷി സമൃദ്ധി ഈ 2024-25 കൃഷി സമൃദ്ധി പദ്ധതിപ്പെടുത്തിയിട്ട് ഈ വർഷം ഒരു 40 ഏക്കറോളം നമ്മൾ തരിശ് കൃഷി ചെയ്തിട്ടുണ്ട്, നെൽകൃഷി. കൂടാതെ കൃഷി സമൃദ്ധി തുടങ്ങിയതോടുകൂടി കൂടുതൽ പദ്ധതികൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും ഒരുപാട് ഏരിയകളിൽ വെറുതെ തരിശായി കിടന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അതുപോലെ പച്ചക്കറി കൃഷി ആയാലും ഒരുപാട് വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കൃഷി സമൃദ്ധി പദ്ധതിയിൽ. മൊത്തത്തിൽ ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ട് കൃഷി സമൃദ്ധി പഞ്ചായത്തുകൾക്ക് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി മേഖലയാണ്. വളരെ കർഷകർ വ്യത്യസ്ത ഇനം പച്ചക്കറികളും അതുപോലെ തെങ്ങ്, വാഴ, ജാതി, നെല്ല് ഇവയൊക്കെ വളരെയധികം കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. കർഷകരായ കുരിയച്ചനും ജിലേഷ് പോളും തങ്ങളുടെ പടവലം കൃഷിയിൽ വ്യാപൃതരാണ്. വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യുന്ന ഇരുവരും തങ്ങളുടെ കൃഷിയിടം കൃത്യമായി പരിപാലിക്കുന്നു. ജൈവ കൃഷിരീതി പിന്തുടരുന്ന ഇവർ സ്വന്തം കൃഷിയിടത്തിൽ വളം ഉൽപ്പാദിപ്പിക്കുകയും വിളകൾക്ക് നൽകുകയും ചെയ്യുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശം ഈ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 1.25 ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്നു. നെൽകൃഷി കഴിഞ്ഞ പാടത്ത് നമ്മളിപ്പോൾ ഒരു 50 സെൻറ്റോളം പടവലം നട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വാഴ കൃഷിയായിട്ട് പോട്ടെ. നമ്മൾ കൃഷിയിൽ നിന്നൊക്കെ നമുക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പോകണം. ഇപ്പോൾ പടവലങ്ങയൊക്കെ ആണെങ്കിലും നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൃഷി ലാഭത്തിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് തന്നെ. അങ്ങനെയുള്ള PSPKയുടെ ഒരു വിപണിയുണ്ട് നമ്മുടെ അടുത്ത്, ചെമ്മനാട് സ്വയാശ്രയ കർഷക സമിതി. അവിടെയാണ് നമ്മൾ കൂടുതലും വിപണനം നടത്തുന്നത്. ഇപ്പോൾ നല്ല വിലയുള്ളത് കൊണ്ടൊക്കെ നമുക്ക് കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ കൊല്ലവും പടവല കൃഷിയാണ് ചെയ്യാറുള്ളത്. ഇത് ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്, പാട്ടത്തിനടുത്താണ് ചെയ്യണത്. നെൽകൃഷി കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേത് പടവലം ചെയ്യണത്. കാരണം കമ്പിയും ഉള്ളതുകൊണ്ട് ഈ ഒരു തവണ മാത്രം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മുതലാവില്ല. അത് അടുത്ത കൊല്ലത്തേക്കും കൂടി അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഈ പടവലം തന്നെ ചെയ്യണത്. ഒറ്റ പ്രാവശ്യമാണെങ്കിൽ ഒരു ഇതിലും മുതലാവില്ല. അതിന് കൃഷിഭവനിൽ നിന്ന് നല്ല സപ്പോർട്ട് കൊണ്ട് സഹായം ചെയ്തു തരുന്നുണ്ട്. ഒരു മിക്കവാറും ഇവിടെ വന്ന് നോക്കാറുമുണ്ട്. ആഴ്ചയിൽ ഇവിടെ കൊണ്ടുപോകുമ്പോൾ 300, 350 കിലോ, 400. മറ്റേ നാടനായിരുന്നു ഇപ്പോൾ 500, 550 കിലോ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതത്രയും കിട്ടണില്ല. കാരണം അത് വേനലിൻ്റെ കൂടുതൽ, ചൂട് കൂടുതലായതുകൊണ്ടാണ് അധികവും. പിന്നെ മുരടിപ്പ് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കുറയാൻ കാരണം. തിരുവാണിയൂർ സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കൃഷി സമൃദ്ധിയുടെ വിവിധ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കർഷകനായ സജിയുടെ കൃഷിയിടത്തിൽ വാഴ, പന്തലിൽ വിളയുന്ന പച്ചക്കറി വിളകൾ കാണാം. കളകളെ നിയന്ത്രിക്കുന്നതിനായി മൾച്ച് ഷീറ്റ് ഉപയോഗിച്ച് ഇവിടെ കൃഷി ചെയ്യുന്നു. വിവിധ പച്ചക്കറി തൈകൾ അടുത്ത കൃഷിക്കായി ഒരുക്കിയിരിക്കുന്നു. ഞാൻ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന, ഇതിപ്പോൾ ഒരു 60 സെൻറ്റ് സ്ഥലമുണ്ട്. പാവൽ മാത്രം കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ JCB ഉപയോഗിച്ച് സ്ഥലം മൊത്തം കിളച്ചതിന് ശേഷം തടമെടുത്തിട്ട് 10 അടി കാലത്തിന് തടമെടുത്തിട്ട് തടത്തിനകത്ത് ആദ്യം ഇതിനകത്ത് ആടിൻ്റെ ചാണകമാണ് ആദ്യം ഇട്ടത്. ആടിൻ്റെ ചാണകം, എല്ലുപൊടി, അതൊരു അരക്കൊട്ട ചാണകം വെച്ച് ഓരോ തടത്തിനും ഇട്ടിട്ടുണ്ട്. ഒരു 1/2 കിലോ അടുത്ത് എല്ലുപൊടിയും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിനകത്ത് മണ്ണോട് കൂടി ഇത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് പാവലിൻ്റെ കുരു മുളപ്പിച്ച് അതിനകത്ത് വെച്ച് അത് മുളയായി ഒരു 2 ലേക്കായി കഴിഞ്ഞപ്പം ചെറുതായിട്ട് ലേശം പാക്ടംബോസ് അതിനകത്ത് ഒരു 2-3 തരി വീതം ഇട്ട് കൊടുത്ത് നനച്ച് കൊടുത്തു. പിന്നെ ശാലവേലയായി കഴിഞ്ഞപ്പോൾ മൈക്രോ ഫുഡ്, കടലക്കൊപ്ര, പിന്നെ വേപ്പിമിണ്ണാക്ക്, ഇത് 3 കൂടെ ഈ ടാങ്കിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒരാഴ്ച വെച്ച് പുളിപ്പിച്ചിട്ട് പിന്നെ അത് ഒരു 60-70 ലിറ്റർ വെള്ളം ആക്കി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഓരോന്നിനും ഒരു 5 ലിറ്റർ വെള്ളം കിട്ടാൻ കണക്കിന് ഓരോ തടത്തിലും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഓരോ ആഴ്ചയും മറ്റേ 19 എന്ന് പറയുന്നൊരു വളം
അത് പിന്നെ ഡൈല്യൂട്ടായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. പിന്നെ കൂട്ടുവളം 18 അതൊരു 15 ദിവസം കൂടുമ്പോൾ അതിടാറുണ്ട്. ഇപ്പോൾ 72 ദിവസമായി ഈ പാവലിട്ടിട്ട്. കഠിനാധ്വാനത്തിലൂടെ കൃഷിയിൽ വിജയം കൈവരിച്ചവരാണ് യോഹന്നാനും ഭാര്യയും. വിളഞ്ഞുകിടക്കുന്ന കുറ്റിപ്പയറുകൾ വിളവെടുക്കുകയാണിവിടെ. വിളവെടുത്ത പയറുകൾ കെട്ടുകളാക്കി ചാക്കിൽ നിറച്ച് വിപണിയിലേക്ക് കൊണ്ടുപോകുന്നു. വേനൽ സീസണിൽ കൂടുതലും പയർ കൃഷിയാണ്. വർഷക്കാലത്ത് എനിക്ക് മറ്റേ കുക്കുമ്പർ, പാവൽ, മത്തൻ, വെള്ളരി ഇതൊക്കെ ഉണ്ട്. ഈ സമയത്ത് മറ്റേ ഏറ്റവും ലാഭം പയർ കൃഷിയാണ്. എനിക്ക് 1 ഏക്കർ ചില്ലാനും സ്ഥലത്ത് പയർ കൃഷിയുണ്ട്. ഇപ്പോൾ വർഷക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ പയർ മാറ്റിയിട്ട് ഞങ്ങൾ വെള്ളരി, കുക്കുമ്പർ, പാവൽ ഇതെല്ലാം ഇടും. ഇപ്പോൾ ഇത് പറിച്ച് കടകളിൽ കെട്ടുകളാക്കി കടകളിൽ കൊണ്ടു കൊടുക്കുകയാണ്. അവർ സ്ഥിരമായിട്ട് എടുത്തോളും. അവർക്ക് എല്ലാ ദിവസവും ഇത് കൊണ്ടു കൊടുക്കണം. പിന്നെ രാവിലെ ഞങ്ങളൊരു 3:30 ആകുമ്പോൾ എണീറ്റ് പയറുപൊരി തുടങ്ങും. ഒരു 9:30 ആകുമ്പോഴത്തേക്കും പറിച്ച് തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ കെട്ടി കടകളിൽ കൊണ്ടു കൊടുക്കും. ഇതാണ്. പിന്നെ ഇത് പയറെന്ന് പറയുമ്പോൾ പല ഐറ്റങ്ങളുണ്ട്. വെള്ളയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്. 3 വെറൈറ്റിയാണ്. അപ്പോൾ 3 കൂടി മിക്സ് ആയി കഴിയുമ്പോൾ കാണാൻ നല്ല ഷോയും ഉണ്ട്. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഈ പയറിനാണ് ഡിമാൻഡ്. വിത്തുകൾ നമ്മുടെ സ്വന്തമാണ്. പിന്നെ തടമെന്ന് പറയുമ്പോൾ ആദ്യമേ ഞങ്ങൾ തടമെടുത്ത് നട്ട് കഴിഞ്ഞിട്ട് തടമെടുത്ത് കഴിയുമ്പോൾ ആദ്യം കുമ്മായം ഇടും. കുമ്മായം ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്ത് ചാണകം ഇട്ട് വെട്ടി മൂടി കഴിഞ്ഞിട്ട് പയർ നടും. പയർ നട്ട് 2-3 ഇലയായി കഴിയുമ്പോൾ വാങ്ങിട്ട് കോഴിക്കാട്ടവും എല്ലുപൊടി, പിണ്ണാക്ക് ഇത്രയും സാധനങ്ങളിട്ട് വെട്ടി മൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് വാരത്തേലാക്കും. വെട്ടി മൂട്ടിയിട്ട് വാരം പോലെ ആക്കിയിട്ട് വാരത്തേലാക്കി കഴിഞ്ഞിട്ട് ഷീറ്റിടും. ഷീറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് കയറൂല, കൂടുതൽ കുനിഞ്ഞ് നിന്ന് പറിക്കണ്ട. പിന്നെ ഈ നനയ്ക്കാനാണെങ്കിലും വളരെ ആഴ്ചയിൽ ഒരു നന വെച്ച് കൊടുത്താൽ മതി. വളരെ ലാഭമുള്ള കൃഷി. കൂടുതൽ നാൾ ഇത് വിളവ് കിട്ടും. കാർഷിക വൃത്തിയിലൂടെ സ്വന്തം ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനോടൊപ്പം തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക വികസനത്തിനു വേണ്ടി പ്രയത്നിക്കുകയാണ് ഇവിടുത്തെ കർഷകർ കാർഷിക സമൃദ്ധിക്കായി. കൃഷി സമൃദ്ധി പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ പഞ്ചായത്തുകളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി. ഇവിടെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി രൂപീകരിച്ചിരിക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മുളന്തുരുത്തി കൃഷിഭവനിൽ ഉദയംപെരൂർ കൃഷിഭവനുമാണ് മുളന്തുരുത്തി ബ്ലോക്കിലെ 2 പഞ്ചായത്തുകളായി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ പഞ്ചായത്തുകളിൽ വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ വാർഡ് തലത്തിലുള്ള മീറ്റിങ്ങുകൾ നടത്തി വാർഡ് തല മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി ഓരോ വാർഡുകളിലും ആവശ്യം വേണ്ടുന്ന എന്തൊക്കെയാണ് കൂടുതൽ തരിശുഭൂമികൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതോടൊപ്പം ഓരോ വാർഡുകളിലും ഉള്ള കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പദ്ധതികളാണ് രൂപീകൃതം ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് ആ പദ്ധതികളെല്ലാം തന്നെ നമ്മൾ ത്രിതല പഞ്ചായത്തിൻ്റെ പദ്ധതികളിലും സംസ്ഥാന കേന്ദ്ര നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിലും എല്ലാം ഉൾപ്പെടുത്തി വിവിധങ്ങളായ ഫലവൃക്ഷ തൈകളാണെങ്കിലും നമ്മളുടെ പച്ചക്കറി വികസനം മറ്റു പദ്ധതികളെല്ലാം തന്നെ എല്ലാം കൂടി ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ കാർഷിക മേഖലയ്ക്ക് പുത്തനൊരു ഉണർവ് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ വിവിധങ്ങളായ പദ്ധതികൾ ഈ മൈക്രോ പ്ലാനിൽ ഉൾപ്പെടുത്തുകയും അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷി സമൃദ്ധി പദ്ധതിയിലൂടെ എല്ലാവിധ വിളകളുടെ കൃഷിയും ഉൽപാദനവും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഞാൻ കാനറ ബാങ്കിൽ സ്റ്റാഫായിരുന്നു. 2023 ജൂൺ 30 റിട്ടയർ ചെയ്തു. അതിനുശേഷം കൃഷിയായിട്ട് കൂടിയേക്കാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതിനകത്ത് വാഴയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. വാർഡ് തലം മുതൽ തദ്ദേശ സ്ഥാപന തലം വരെ ക്രോഡീകരിക്കുന്ന കാർഷിക വികസന ആസൂത്രണ രേഖ, ഉൽപാദന വിള നിർണയ രേഖ അഥവാ മൈക്രോ പ്ലാൻ പ്രകാരമാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത്. കൃഷി സമൃദ്ധി എന്ന് പറയുന്ന പദ്ധതി 2024-25 തൊട്ട് മുളന്തുരുത്തി കൃഷിഭവൻ നടത്തി വരുവാണ്. ആ പദ്ധതിയിൽ പല ഫ്രൂട്ട് ക്ലസ്റ്റർ, പിന്നെ അതുപോലെ കൂലിച്ചെലവുകൾ, പിന്നെ തെങ്ങിൻ്റെ മണ്ട ക്ലീൻ ചെയ്യൽ എന്നുള്ള നിരവധി പദ്ധതികൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നമ്മൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ
പഞ്ചായത്ത് തല പദ്ധതികളും ഒത്തിരി ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തി കൂലിച്ചെലവിന് മെയിനായിട്ട് കൂലിച്ചെലവിന് തന്നെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നടത്തി വരുന്നത്. അടുത്ത വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ നമ്മൾ അതുപോലെ തന്നെ കിഴങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ വാഴ കൃഷി പ്രോത്സാഹിപ്പിക്കുക, പിന്നെ മില്ലറ്റ് ഗ്രാമം ഉള്ള നിരവധി പദ്ധതികൾ കൂലിച്ചെലവായിട്ട് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെൽകൃഷിക്ക് കുറച്ചും കൂടെ ഊന്നൽ കൊടുക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഷെയറും അതുപോലെ തന്നെ നെൽകൃഷി വികസനത്തിൽ തന്നെ കക്ക വിതരണം എന്നുള്ള നിരവധി പദ്ധതികൾ വെച്ചിട്ട് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്നുണ്ട്. കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും പൂർണ്ണ പിന്തുണ മുളന്തുരുത്തി കർഷകരോടൊപ്പം എന്നുമുണ്ട്. നല്ല ഇനം വിളകൾ കൃഷി ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ കൃഷി സമൃദ്ധി പദ്ധതികളുടെ ഏകോപനത്തിലൂടെ സാധിച്ചു. കൃഷി സമൃദ്ധിയിലൂടെ സമൃദ്ധമായ വിളവെടുപ്പിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ കർഷകർ. ഞാൻ 10 വർഷത്തിന് മേലായി കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ് എനിക്ക്. ഇത് കൃഷി കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഈ കൃഷി അടുത്ത് ഇവിടുത്തെ മുളന്തുരുത്തി കടകളിലാണ് ഞാൻ ഇത് കിട്ടുന്ന ഇത് കൊണ്ട് വിൽക്കുന്നത്. പച്ചക്കറികളും വാഴക്കൊലയെല്ലാം മുളന്തുരുത്തി കടയിൽ മൊത്തം കട 50 കൊലയുണ്ടെങ്കിലും അവിടെ ഒന്നിച്ച് പോകുന്ന കടയുണ്ട് മുളന്തുരുത്തി. അപ്പോൾ ഒന്നിച്ചെടുത്തോളും. അപ്പോൾ അവിടെ ന്യായമായിട്ടുള്ള വിലയും കിട്ടും. കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പച്ചക്കറികളും സുഗന്ധവ്യഞ്ജനങ്ങളും വാഴയും തുടങ്ങി വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകനാണ് വർഗീസ്. ഞാൻ ഒരു 50 കൊല്ലമായിട്ട് കാർഷിക മേഖലയിൽ തന്നെ ഉപജീവനം കൃഷിയിൽ കൂടെ ജീവിച്ചു പോകുന്നതാണ്. എനിക്കിപ്പോൾ നിലവിൽ ഏത്തവാഴ, പയർ, വള്ളിപ്പയർ, തടപ്പയർ, കുരുമുളക്, ജാതി, തെങ്ങ്, അടയ്ക്കാമരം മുതലായ കൃഷികൾ സ്വന്തമായിട്ടുണ്ട്. മുളന്തുരുത്തി പഞ്ചായത്തിലെ മികച്ച കൃഷിയിടങ്ങളിൽ ഒന്നാണ് ഇത്. വാഴയും ചീരയും വെണ്ടയുമൊക്കെയായി സമൃദ്ധമായ കൃഷിയിടം. കൃഷി സമൃദ്ധിയുടെ മറ്റൊരു നേർക്കാഴ്ച. ഇനിയും കൂടുതൽ പദ്ധതികളിലൂടെ കാർഷിക വികസനം ലക്ഷ്യം വെച്ച് മുന്നേറുകയാണ് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത്.